ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സപ്ലൈകോയിലും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലും കുടുംബാരോഗ്യ കേന്ദ്രത്തിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം സപ്ലൈകോയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് അഗ്രികൾച്ചറൽ VHSC അല്ലെങ്കിൽ തത്തുല്യമാണ്. ഓരോ പഞ്ചായത്തിലെയും പ്രാദേശിക ഉദ്യോഗാർത്ഥികൾക്കും 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ആധാർ, മേൽവിലാസം, ഇമെയിൽ അഡ്രസ്സ് എന്നിവ ഉൾക്കൊള്ളിച്ച് ഫോട്ടോ പതിച്ച ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, 200 രൂപയുടെ മുദ്രപത്രം എന്നിവ സഹിതം അപേക്ഷ സെപ്റ്റംബർ 25-നകം പാലക്കാട് സപ്ലൈകോ പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കേന്ദ്ര പദ്ധതിയായ വൺ സ്റ്റോപ്പ് സെന്ററിൽ കരാർ അടിസ്ഥാനത്തിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് നിയമം അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി ബിരുദാനന്തര ബിരുദമാണ്. കൂടാതെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ച 5 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ സർക്കാരിതര പ്രോജക്റ്റുകളിൽ 1 വർഷത്തിൽ കുറയാത്ത കൗൺസിലിംഗ് ആണ്. പ്രായം 25-നും 45-നും മധ്യയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സെപ്റ്റംബർ 30-നകം വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ, സിവിൽ സ്റ്റേഷൻ, പാലക്കാട് എന്ന വിലാസത്തിൽ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ GNM നഴ്സ് താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. യോഗ്യത +2 സയൻസ് അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ GNM ഡിപ്ലോമയും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ അംഗീകാരവും ഉണ്ടായിരിക്കണം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ ബേസിക് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. പ്രായപരിധി 18-നും 41-നും മധ്യയാണ്. ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും ഉള്ള പക്ഷം അത് തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ 24-ന് മുമ്പായി നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ അടാട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടർ, ലാബ് ടെക്നീഷ്യൻ തസ്തികകളിൽ നിയമനം നടത്തുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സെപ്റ്റംബർ 24-ന് ഉച്ചതിരിഞ്ഞ് 3-നകം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട് ക്ലറിക്കൽ ജോലികൾക്കായി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ കൊല്ലം മുണ്ടക്കൽ കപ്പലണ്ടിമുക്കിന് സമീപമുള്ള ശ്രീനാരായണ സാംസ്കാരിക സമിതി ക്യാമ്പസിനുള്ളിൽ TK മാധവൻ മെമ്മോറിയൽ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലം മേഖലാ ഓഫീസിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച അനുബന്ധ രേഖകൾ സഹിതം കൊല്ലം മേഖലാ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 20/9/2024 വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ്. അതുപോലെ തന്നെ മലയാളം ടൈപ്പിംഗും അഭികാമ്യമാണ്. സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ഓഫീസുകളിൽ ക്ലറിക്കൽ തസ്തികയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ്. പ്രായപരിധി 2024 ഓഗസ്റ്റ് 1-ന് 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. പ്രവൃത്തി ദിവസങ്ങളിൽ 755 രൂപ ദിവസവേതന നിരക്കിലാണ് വേതനം ലഭിക്കുന്നത്. അപേക്ഷയുടെയും അനുബന്ധ രേഖകളുടെയും സൂക്ഷ്മ പരിശോധനയും തുടർന്നുള്ള കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷാ ഫോം, ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, മറ്റ് യോഗ്യതകൾ സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ, വയസ്സ് തെളിയിക്കുന്ന സാക്ഷ്യപത്രം, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും, ആധാർ കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 20/9/2024 വൈകുന്നേരം 5 മണി വരെയാണ്.
പൂരിപ്പിച്ച അപേക്ഷ നേരിട്ടോ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, പിന്നാക്ക വിഭാഗ വികസന വകുപ്പ്, TK മാധവൻ മെമ്മോറിയൽ ബിൽഡിംഗ്, ശ്രീനാരായണ സാംസ്കാരിക സമിതി ക്യാമ്പസ്, മുണ്ടയ്ക്കൽ, കപ്പലണ്ടിമുക്ക്, കൊല്ലം 691001 എന്ന വിലാസത്തിൽ തപാലിലോ ലഭ്യമാക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇൻ്റർവ്യൂവിൻ്റെ തീയതിയും സമയവും ഇമെയിൽ അല്ലെങ്കിൽ ടെലിഫോൺ മുഖേന അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.